സ്റ്റാൻലി അലീനയെയും അവധക്കുട്ടിയെയും കൂട്ടി തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റബ്ബർ കാട് എത്തിയിട്ട് അവിടെയുള്ള തോട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പൈസ മുടക്കി ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, ഇന്നും ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടായി കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പൈസ മുടക്കി ഞാൻ കൂലി കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ അതിനെതിരെ അലീന വാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്, ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്, സംഭാവന കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്, ക്ലബ്ബുകാർക്കും പാർട്ടിക്കാർക്കും പള്ളിക്കാർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാം കൊടുക്കുന്നത് ആൻ്റപ്പനാണ് അതെല്ലാം കൊടുക്കുന്നത്, അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അസുഖം വന്നിട്ട് എത്രയോ പേര് പൈസ ഇല്ലാതെ കിടക്കുന്നുണ്ട്, മരുന്ന് മേടിക്കാൻ പോലും കാശില്ലാതെ കഴിയുന്നവരുണ്ട്, കുട്ടികൾ പഠന ബുക്ക് പോലും കിട്ടാതെ കഴിയുന്ന എത്രയോ പേരുണ്ട്, അനാഥാലയങ്ങളിലും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കൊന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും എൻ്റെ കടമയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഈ 23 വർഷം സ്റ്റാൻലി പാപ്പയുടെ മകളെ വളർത്തിയത് ഒരു അനാഥാലയമാണ്, അത് ഓർത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട് വേഗം വണ്ടിയിൽ പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ഓഫീസ്, അവിടെ തോട്ടങ്ങളും തൊഴിലാളികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പോയിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവധക്കുട്ടി അലീനൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണമെന്ന് പറയണം, നല്ല ഗമയിൽ നിന്നോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പഠിപ്പ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ഒരു ഡാമിൻ്റെ അവിടെ വന്ന് കയറിയിട്ട് പറയുന്നുണ്ട്, ഈ ഡാം ഞാൻ വിലക്കെടുത്തതാണ്, ഇവിടെ ഒരു തടയണ കെട്ടിയിട്ട് ഇവിടെയുള്ള വെള്ളം നമ്മുടെ തോട്ടങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ തോട്ടം അതിനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയോ പപ്പ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അലീന. കിട്ടും, ആദ്യം നേരായ വഴിക്ക് ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല, എന്നിട്ട് കൈക്കൂലി കൊടുത്തിട്ടാണ് ഇതെല്ലാം നേടിയത്, പൈസ കൊടുത്താൽ എന്താണ് ഇവിടെ നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. ഡാം കെട്ടി ഈ നീരുറവ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കുടിവെള്ളം ഇല്ലാതായി പോവില്ലേ, ഇത് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കുടിവെള്ളം കിട്ടേണ്ടതല്ലേ, നമ്മളങ്ങനെ തടഞ്ഞു വയ്ക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ കുറച്ച് വെള്ളം തടഞ്ഞു നിർത്തി എൻ്റെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ, അതിനിപ്പോൾ എന്താ തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തെറ്റാണ്, ഒരുപാട് പേർക്ക് കുടിവെള്ളം കിട്ടേണ്ടത് നമ്മൾ തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്, ഇത് തടഞ്ഞു വയ്ക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അത് ഉപദ്രവമായി മാറുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അലീനയുടെ വർത്തമാനം കേട്ടിട്ട് സ്റ്റാൻലിക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഓടിപ്പോയി വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. വണ്ടിയാണെങ്കിൽ നല്ല സ്പീഡിൽ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അലീന സ്റ്റാൻലിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് മുഖത്തേക്ക്. അന്നേരം സ്റ്റാൻലി വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട് സ്നേഹത്തോടെ, ഞാൻ ഡാം കെട്ടുന്നില്ല, പോരെ, എനിക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.